ഗുഡ് മോർണിംഗ്, നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പുതിയൊരു രാവിലെയിലേക്ക്, പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഞായറാഴ്ചയുടെ ഒരു ആലസ്യമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു തിങ്കളാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ സജീവമായ ഒരാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ സാധാരണ തിങ്കളാഴ്ച മുതൽ ഇനിയൊരാഴ്ചക്കാലം എന്ന് പറയുമ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് വളരെ തിരക്ക് പിടിച്ച ഒരാഴ്ചയായിരിക്കും. അപ്പോൾ ആ തിരക്ക് നമ്മുടെ വാർത്തകൾക്കും ഉണ്ടാകും. അപ്പോൾ തിരക്ക് പിടിച്ച വാർത്താ ദിനങ്ങളാണ് ഈ ഒരാഴ്ച ഇനി നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. ഏറ്റവും പ്രധാനമായി പ്രേക്ഷകർക്ക് അറിയാം, പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ വരികയാണ് ഇന്നു മുതൽ. അപ്പോൾ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന അത്യാവശ്യ സാധനങ്ങൾക്കെല്ലാം വില കുറയും എന്നുള്ള വലിയ പ്രതീക്ഷ സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ വസ്തുക്കൾക്കാണ് വില കുറയാൻ പോവുക, എത്രത്തോളം അത് ഗുണകരമായി സാധാരണക്കാരെ ബാധിക്കും എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കമാവുകയാണ്. രാജ്യത്തിന് 9 ദിവസം വളരെ വിപുലമായ ആഘോഷ പരിപാടികളായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. പിന്നെ ബദൽ അയ്യപ്പ സംഗമം ഇന്ന് പന്തളത്ത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് രാഷ്ട്രീയപരമായും വലിയ രീതിയിൽ ചൂടുപിടിക്കാൻ പോകുന്ന വിഷയമാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കാത്തിരിപ്പുണ്ട് നമ്മളെ. നമുക്കെല്ലാം വിശദമായി പരിശോധിക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത്. BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യും. ഹൈന്ദവ സംഘടനകൾ കരുത്തുകാട്ടാൻ ശ്രമിക്കുന്നത് അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു എന്ന ആരോപണങ്ങൾക്കിടെ സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാർ. വികസന സദസ്സുകൾക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഫണ്ട് ദുരുപയോഗമെന്ന പ്രതിപക്ഷം. രാജ്യത്ത് GST നികുതി ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 90% ഉൽപ്പന്നങ്ങൾക്കും വില കുറയും. വ്യാപക പ്രചാരണത്തിന് BJP. നികുതി വരുമാനം കുറയുമെന്ന ആശങ്കയിൽ കേരളം. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ഇന്നലെ കൊല്ലപ്പെട്ടത് 46 പലസ്തീനികൾ. സ്വതന്ത്ര പലസ്തീൻ അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ. വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. H-1B വിസകൾക്കുള്ള പുതിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. $1 ലക്ഷം ഫീസ് പുതിയ അപേക്ഷകൾക്ക് മാത്രമെന്ന് വൈറ്റ് ഹൌസ്. പുതിയ നിരക്കുകൾ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് US കമ്പനികൾ. വ്യാപാര ചർച്ചകൾക്കായി മന്ത്രി പീയൂഷ് ഗോയൽ US-ലേക്ക്. ഏഷ്യാകപ്പിൽ സൂപ്പർ 4-ൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ. ജയം 6 വിക്കറ്റിന്. 74 റൺസ് എടുത്ത് അഭിഷേക് ശർമ്മ. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. ബൊമ്മക്കുലുകൾ ഒരുങ്ങി. വിശദമായി കടക്കാം വാർത്തകളിലേക്ക്. ശബരിമല സംരക്ഷണ സംഗമം ഇന്ന്. കരുത്ത് തെളിയിക്കാൻ ഹൈന്ദവ സംഘടനകളുടെ ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത് നടക്കുകയാണ്. പമ്പയിലെ സംഗമം പരാജയപ്പെട്ടു എന്ന ആരോപണങ്ങൾക്കിടെയാണ് പന്തളത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നത്. BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കുന്ന സംഗമം ഉദ്ഘാടനം ചെയ്യും. പമ്പയിലെ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്ന പന്തളം കൊട്ടാരം പ്രതിനിധികൾ അടക്കമുള്ളവർ പന്തളത്തെ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിപ്പ്. രാവിലെ മുതൽ ഉച്ചവരെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സെമിനാർ പന്തളത്ത് നടക്കും. വിവരങ്ങളുമായി G ശ്രീജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമം അത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ പമ്പയിൽ നടന്നപ്പോൾ അതിന് ബദലായി മറ്റൊരു രാഷ്ട്രീയ മാനം തീർത്തുകൊണ്ട് ആണ് ഇന്ന് പന്തളത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംഗമം നടക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി ഇത് ഉയർത്തുന്ന വെല്ലുവിളികൾ, ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതൊക്കെ ഏത് തരത്തിലായിരിക്കും? എന്തായാലും ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു എന്നുള്ള വലിയ ചർച്ചകൾ നിലനിൽക്കുമ്പോൾ നടക്കുന്ന ഈ സംഗമം അതിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കരുത്ത് തെളിയിക്കുക തന്നെയാണ് ഈ പരിവാർ സംഘടനകളുടെ ലക്ഷ്യം, അല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം. ശബരിമല പ്രക്ഷോഭത്തിന്റെ ഏറ്റവും തുടക്കം നാമജപ ഘോഷയാത്ര, ഒരുപക്ഷെ ചരിത്രത്തിലിടം നേടിയ നാമജപ ഘോഷയാത്രയിലൂടെ ശ്രദ്ധേയമായ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സ്ഥലമാണ് പന്തളം. അന്ന് ശബരിമല വിഷയത്തിൽ സർക്കാർ ഒരു നിലപാടെടുത്തപ്പോൾ സംഘപരിവാർ സംഘടനകളും NSS ഉൾപ്പെടെയുള്ള സംഘടനകളും മറ്റൊരു നിലപാടുമായി രംഗത്ത് വന്നതാണ് അന്ന് നാമജപ ഘോഷയാത്രയിലേക്ക് നയിച്ചത്. ഇന്നും സമാനമായ രീതിയിൽ ശബരിമലയിൽ ഒരു രാഷ്ട്രീയം കലർത്താനാണ് ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണ്. അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം ഫലത്തിൽ നടത്തുന്നത്, അല്ലാതെ ശബരിമലയെ ഉദ്ധരിക്കാനല്ല എന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ സംഘപരിവാർ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിനോട് അകന്നു നിൽക്കുകയല്ല ചെയ്തത്, അവർ പ്രതിനിധികളെ അയക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷവും അത് പരാജയപ്പെട്ടു എന്ന വിലയിരുത്തലുകൾ സമൂഹത്തിൽ പലയിടത്തും നടക്കുന്നു. പക്ഷേ സർക്കാരും CPM-ഉം അതിനെ പ്രതിരോധിക്കാനും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇത്തരം രാഷ്ട്രീയവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടെ പന്തളത്തെ സംഗമം അതുകൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഫലത്തിലൊരു സമ്മേളനമുള്ളത്, അതായത് ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള സമ്മേളനമുള്ളത്. അത് ഏതാണ്ട് 3 മണിക്ക് ശേഷമായിരിക്കും. കൈപ്പുഴ കൊട്ടാരത്തിന് സമീപമുള്ള ഗ്രൗണ്ടിലാണ് അത് നടക്കുക. രാവിലെ ഏതാണ്ട് 10 മണി മുതൽ പന്തളം നാനാക്ക് കൺവെൻഷൻ സെന്ററിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കുന്നു. അതായത് 1 വിശ്വാസം, 2 ശബരിമലയുടെ സംരക്ഷണം, അങ്ങനെ 2-3 വിഷയങ്ങൾ ഊന്നിയുള്ള സെമിനാറുകളും മറ്റുമാണ് രാവിലെ നടക്കുക എന്നുള്ളതാണ്. അതിൽ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ തന്നെയാണ് പങ്കെടുക്കുന്നത്. സംരക്ഷണം, സുരക്ഷ എന്ന വിഷയത്തിൽ TP സെൻകുമാറിനെ പോലുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് G രാമൻ നായരെ പോലുള്ളവർ പല വിഷയങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റുള്ളതൊക്കെ ഏതാണ്ട് വിവിധ സന്യാസി വര്യന്മാർ, അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. എന്തായാലും ഒരു കാര്യമുള്ളത്, ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമ്മേളനം തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടത്. ജനപങ്കാളിത്തമില്ല പമ്പയിലെ സംഗമത്തിന് എന്ന വിവാദങ്ങൾക്കിടെ പന്തളത്തെ സംഗമത്തിൽ ആൾക്കൂട്ടം വന്നാൽ അത് വലിയൊരു ശ്രദ്ധേയമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തമിഴ്നാട് BJP-യുടെ മുൻ അധ്യക്ഷൻ K അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യുന്നു. ഒരുപക്ഷെ കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ആവേശം പകരുന്ന ഒരു നേതാവ് തന്നെയാണ്. അതേപോലെ തേജസ്വി സൂര്യ, യുവമോർച്ചയുടെ രാജ്യ അധ്യക്ഷൻ, അദ്ദേഹമൊക്കെ തന്നെയും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ മറ്റ് സംഘപരിവാർ RSSന്റെയും അങ്ങനെ വിവിധ പരിവാർ സംഘടനകളുടെ ഒക്കെ നേതാക്കൾ എത്തുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു വലിയ സംഗമം നടത്തി സർക്കാരിന് ഒരു രാഷ്ട്രീയ മറുപടി നൽകുക എന്നതാണ് ഒരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ പന്തളം കൊട്ടാരം ഈ ശബരിമലയിലെ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അത് ചില അശുദ്ധി, ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു മരണമുണ്ടായതിനകത്ത് അശുദ്ധി എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണെന്നാണ് സർക്കാർ പറഞ്ഞത്. പക്ഷേ എന്തായാലും പന്തളത്തെ സംഗമത്തിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. നാരായണവർമ്മയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ അധ്യക്ഷനായി വരുന്നത് എന്നാണ് അവരുടെ നോട്ടീസിലും മറ്റും പറയുന്നത്. എന്തായാലും ആ നിലയിൽ കൂടി വിട്ടുനിന്ന പല സംഘടനകളെയും ഈ NSS-ഉം SNDP ഒക്കെ പങ്കെടുത്താൽ പോലും മലയരേ സഭ പോലെ CPM-ഉമായൊക്കെ വളരെ ചേർന്ന് നിന്ന ഐക്യമലയരേ സഭയൊക്കെ പമ്പയിലെ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പക്ഷെ അവർക്കിവിടെ വേദിയിൽ എന്തെങ്കിലും പേരോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അത്തരം ആളുകളൊക്കെ തന്നെയും അങ്ങനെ വിട്ടുനിന്നവരെ ഒക്കെ ചേർത്തുകൊണ്ടൊരു സംഗമം നടത്തുമ്പോൾ അതൊരു രാഷ്ട്രീയ പോരായി മാറുന്നു. പമ്പയിലെ സംഗമത്തിന് രാഷ്ട്രീയമുണ്ട് പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി VN വാസവൻ അടക്കം പറഞ്ഞത് ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചതുകൊണ്ടാണ് പ്രതിനിധികൾ, പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികൾ പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെയല്ല കാര്യങ്ങൾ. സർക്കാരിനോട് പൂർണ്ണമായും ഈ സർക്കാരിന്റെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള അതൃപ്തിയാണ് അതിലൂടെ പ്രകടമാകുന്നത് എന്നല്ലേ ഇപ്പോൾ പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഈ ചടങ്ങിൽ, ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് വ്യക്തമാകുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്ന ഏതൊക്കെ വിഭാഗങ്ങൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നത് സർക്കാരുമായി എത്രത്തോളം എതിർപ്പ് ഈ വിഭാഗങ്ങൾക്കുണ്ട് എന്നത് തെളിയിക്കുന്നത് കൂടിയാകും അല്ലേ? തീർച്ചയായും അതിൽ എതിർപ്പുകൾ ഇതിനകം തന്നെ വന്നു. പ്രത്യേകിച്ച് ഈ മലയരേ സഭ, ഐക്യ മലയരേ സഭയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത്. അവർ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. PK സജീവ് അതിന്റെ അധ്യക്ഷൻ നവോത്ഥാന സമിതിയിലടക്കം ഉണ്ടായിരുന്ന അംഗമാണ്. പക്ഷെ അവർ
തങ്ങളുടെ അവകാശങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരും പരിഗണിക്കുന്നില്ല. ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് അവകാശങ്ങൾ മലയരേ സഭയ്ക്കുണ്ടായിരുന്നതാണ്. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന പ്രതിഷേധത്തിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പമ്പയിലെ സംഗമത്തിൽ അവർ പങ്കെടുക്കാതിരുന്നത്. നോട്ടീസിൽ പേരുണ്ടായിരുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ പ്രസംഗത്തിലും അവർ പങ്കെടുക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അത് തെറ്റായി പറഞ്ഞിരുന്നതാണ്. എന്തായാലും അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ഫലത്തിൽ ഉള്ളത്. അത്തരം പ്രതിനിധികൾ ഈ വേദിയിൽ അവർക്ക് നോട്ടീസിൽ പേരുകളും മറ്റുമില്ല. പക്ഷെ അവർ ആ പമ്പയിലെ സംഗമത്തിൽ നിന്ന് തന്നെ വിട്ടുനിന്നു എന്നുള്ളത് തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് അത്രയും പ്രധാനപ്പെട്ട സംഘടനകൾ വിട്ടുനിന്നത് ഒരു പ്രധാന കാര്യമാണ്. പക്ഷേ സർക്കാരിന് ഏറ്റവും ആശ്വാസമായിട്ടുള്ളത് NSS പങ്കെടുത്തതാണ്. SNDP കഴിഞ്ഞ കുറേ വിഷയങ്ങളായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നിന്നാണ് പോകുന്നത്. പക്ഷേ NSSന്റെ പ്രതിനിധിയായി വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാർ പങ്കെടുത്തത് ആ വിഷയത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പന്തളത്തെ സംഗമത്തിൽ പ്രധാനമായും അതൊരു സംഘപരിവാർ നേതാക്കളാണ് കൂടുതലായി പങ്കെടുക്കുന്നത് എന്നത് തന്നെയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട നോട്ടീസിലടക്കം കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ അധ്യക്ഷനായി മാറുന്നത് പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള നാരായണവർമ്മയാണ്. അദ്ദേഹം ഈ ശബരിമല പ്രക്ഷോഭ കാലത്തടക്കം അദ്ദേഹം വാർത്തകളിലൊക്കെ ഇടം നേടിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇതിനൊരു ശ്രദ്ധ നേടിയെടുക്കാൻ സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നത്. അത് മാത്രവുമല്ല, ഇത്തരം ആളുകൾ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ജനപങ്കാളിത്തം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായി ഇനി ബാക്കി നിൽക്കുന്നത്. നാമജപ ഘോഷയാത്രയ്ക്ക് അത്രയും വലിയ ജനപങ്കാളിത്തമൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഘോഷയാത്രയല്ല, പകരം ഒരു സമ്മേളനമാണ്. പക്ഷെ ആ സമ്മേളനത്തിലും പരമാവധി ആളെ എത്തിച്ച് തങ്ങളുടെ കരുത്ത് കാട്ടുക. സർക്കാർ ഒരു രാഷ്ട്രീയമാണ് കാണിക്കുന്നത്, അതിനിപ്പുറത്ത് നിന്നുകൊണ്ട് വിശ്വാസികളുടേതായ രാഷ്ട്രീയം തങ്ങൾ കാണിക്കുകയാണ് എന്നാണ് ഫലത്തിൽ അവർ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത്. എന്തായാലും രാവിലെ 10 മണി മുതൽ സെമിനാർ, ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കുന്ന സംഗമം, ആ സംഗമമാണ് പ്രധാനമായും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ ഏതാണ്ട് സംഘപരിവാർ സംഘടനകളുടെ ഏതാണ്ട് എല്ലാ നേതാക്കളും തന്നെ ഇന്നലെ മുതൽ തന്നെ പന്തളത്തുണ്ട്. വിവിധ നേതാക്കൾ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ വേദികളിൽ സംസാരിക്കുകയും ചെയ്യും. ശ്രീജിത്ത്, നമുക്കറിയാം, അതായത് ഇടതുപക്ഷ സർക്കാർ വിശ്വാസി സമൂഹവുമായി അടുത്തു നിൽക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനൊരു പ്രതീതി, അത്തരത്തിലൊരു പ്രതീതിക്ക് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധ സംഗമം എന്നുള്ള നിലയിൽ ഈ പന്തളത്ത് ഇന്ന് സംഗമം നടക്കാൻ പോകുന്നത്. അപ്പോൾ സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ, അത് പ്രധാനമായും ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ പ്രധാനമായും ഇന്ന് ഈ വേദിയിൽ ചർച്ചാ വിഷയമായി വരില്ലേ? തീർച്ചയായും സർക്കാർ വികസനത്തിന്റെ പേരിലാണ്, വികസനം നടപ്പാക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നാണ് സർക്കാരിന്റെ വാദം. മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത് ചർച്ച ചെയ്യുന്നതിൽ രാഷ്ട്രീയം മാത്രമാണുള്ളത് എന്നുള്ളതാണ് സംഘപരിവാർ സംഘടനകൾ, ഒപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടിയായ UDF എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ്. തൊട്ടിപ്പുറത്ത് മറ്റൊന്നുള്ളത്, ഈ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏതാണ്ട് 2006 തന്നെ വന്നതാണ്. പക്ഷേ പിന്നീടുള്ള ഒരു സർക്കാരുകളും അതിനു വേണ്ടി കാര്യമായ മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ ഫലത്തിലുള്ള ഒരു ആരോപണമായി ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഒരു നാടകമാണ് ഈ വിവിധ വിഷയങ്ങളിൽ വികസനം എന്നത്. ഒരു സർക്കാരിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിരലിലെണ്ണാവുന്ന മാസങ്ങളേ ഉള്ളൂ. ആ ഘട്ടത്തിൽ ഇത് നടത്തുന്ന രാഷ്ട്രീയമാണ്, അത് തുറന്നു കാട്ടാനാണ് ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആര് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം കൂടിയാണ്, യുവതീ പ്രവേശനം സാധ്യമായത് അത് സർക്കാരിൻ്റെ നിലപാട് കൊണ്ടാണ്. സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു വിധി ഉണ്ടായത് പോലും ദേവസ്വം ബോർഡിന്റെ, സർക്കാരിന്റെ കൊടുത്ത സത്യവാങ്മൂലമാണ്. അത് യുവതീ പ്രവേശനമാകാം എന്ന സത്യവാങ്മൂലം കൊണ്ടാണ്. അത് തിരുത്തണം എന്നതാണ് ഈ സംഘടനകളുടെ എല്ലാം ആവശ്യം. അതേ ആവശ്യം തന്നെയാണ് SNDPക്കും NSSനും ഒക്കെ ഉള്ളത്. അക്കാര്യത്തിൽ ആചാരപരമായ വിഷയങ്ങളിൽ അവർ ഈ സർക്കാരിനൊപ്പമല്ല ഉള്ളത്. അതായത് ഈ യുവതീ പ്രവേശനം പാടില്ല എന്ന നിലയിൽ തന്നെയാണ് അവരുള്ളത്. അവരോട് സർക്കാർ ഇതിനകം തന്നെ അത് തിരുത്തും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് സംഘപരിവാർ നേതാക്കൾ ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഈ SNDPയുടെ അടക്കമുള്ള നേതൃത്വം അറിയിച്ചത് എന്നാണ് സംഘപരിവാർ നേതാക്കൾ പറയുന്നത്. എന്തായാലും അത് രാഷ്ട്രീയ ആയുധമാണ്. ഈ വിശ്വാസപരമായ വിഷയത്തിൽ
വിശ്വാസികൾക്കൊപ്പം നിൽക്കാത്ത സർക്കാരാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഇനി കേസ് പരിഗണിക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കും എന്നുള്ളതാണ്. അത് ഇനി എന്ന് കേസ് പരിഗണിക്കും എന്ന് പോലും വ്യക്തമല്ല. അതായത് ഈ സർക്കാരിന്റെ കാലയളവിന് അത് പരിഗണിക്കും എന്ന് പോലും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇപ്പോഴും സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്നത്. ഇപ്പോൾ നടത്തിയത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു നാടകം മാത്രമാണ് എന്നുള്ള ആരോപണമാണ് ഈ സംഘപരിവാർ സംഘടനകളടക്കം ഉയർത്തുന്നത്. അതിനെ പ്രതിരോധിക്കാൻ, അത് തുറന്നു കാട്ടാനുള്ള ശ്രമമാണ് ഇപ്പുറത്ത് നടക്കുകയും ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് ആര്യ ചൂണ്ടിക്കാട്ടിയ ഈ വിശ്വാസം, അതായത് ഈ ഒരു സത്യവാങ്മൂലം തിരുത്തി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ അനുകൂലമായ നിലപാട് ഇതുവരെ എന്തായാലും സർക്കാർ സ്വീകരിച്ചതായി വ്യക്തമല്ല. അതാണ് പ്രധാന ആയുധമായി മാറുക. അത് ഇന്നത്തെ സമ്മേളനത്തിലും അത് ഉയർന്നു കേൾക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും. ജി ശ്രീജിത്താണ് കൂടുതൽ വിശദാംശങ്ങളുമായി സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കരുത്ത് തെളിയിക്കാൻ എന്തായാലും ഹൈന്ദവ സംഘടനകളുടെ ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത് നടക്കുകയാണ്. ഇത് തുറന്നുവെക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെയും വളരെ സജീവമായി തന്നെയായിരിക്കാം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അടക്കം പ്രതിഫലിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അതേസമയം സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സദസ്സുകളുടെ ലക്ഷ്യമെന്നാണ് സർക്കാർ വിശദീകരണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. അതിനാൽ പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ വികസന സദസ്സുകൾ ബഹിഷ്കരിക്കും. ഇനി നമുക്ക് അന്താരാഷ്ട്ര തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഒന്ന് കടന്നാൽ, H1B വിസ ഫീസ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പുതിയ അപേക്ഷകൾക്ക് $1 ലക്ഷം ഫീസാണ് ട്രംപ് ഭരണകൂടം ചുമത്തിയത്. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ മുതലാണ് ഫീസ് ഈടാക്കുക. അതേസമയം പുതിയ ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തി. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയൊരു ആശങ്ക നീങ്ങിയിരുന്നു. കാരണം ഇപ്പോൾ നിലവിൽ H1B വിസ ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ $1 ലക്ഷം ഫീസ് നൽകേണ്ടതില്ല. ഇനി പുതുതായി അപേക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇത് ബാധകം എന്നുള്ളത് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു, വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് വലിയ ആശ്വാസകരമാണ്. പക്ഷെ അതേസമയം തന്നെ കൂടുതലായി അമേരിക്കയിൽ ഒരു ജോലി, സ്ഥിരതാമസമൊക്കെ സ്വപ്നം കാണുന്ന മറ്റുള്ള രാജ്യത്തെ ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെയൊക്കെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്ക പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണല്ലേ? അരെ ഗുഡ് മോർണിംഗ്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം കൃത്യമായി പറഞ്ഞാൽ രാവിലെ 9:31 ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്നുള്ളതാണ്. അതിനുശേഷം നൽകുന്ന എല്ലാ അപേക്ഷകൾക്കും $1 ലക്ഷം എന്ന മാനദണ്ഡം നടപ്പിലാക്കുമെന്നുള്ളതാണ്. അതാണ് വലിയ ആശങ്കകൾക്ക് ഇടയാക്കുകയും ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടതിന് ശേഷം ചില അവ്യക്തതകൾ നിറയുകയും ചെയ്തിരുന്നു. അതിൽ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇന്നലെ ഈ അവ്യക്തതകൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് വൈറ്റ് ഹൗസ് തന്നെ രംഗത്ത് വരികയും ചെയ്ത് അതിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഈ $1 ലക്ഷം എന്ന് പറയുന്നത് പുതിയ അപേക്ഷകർക്ക് മാത്രം നൽകിയാൽ മതി. നിലവിൽ H1B വിസയുടെ ഉപഭോക്താക്കളായിട്ടുള്ളവർക്ക് അത് ആ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഒപ്പം തന്നെ അമേരിക്കയിൽ ഇപ്പോൾ നിലവിൽ കഴിയുന്നവരും ഒപ്പം തന്നെ അവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളവർക്കും ഇത് അടയ്ക്കേണ്ടതില്ല. മറ്റൊന്ന്, ഇത് വാർഷിക ഫീസ് അല്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. അതായത് ഒറ്റത്തവണ മാത്രം നൽകേണ്ട ഒരു തുക മാത്രമാണ് ഈ $1 ലക്ഷം എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ അവർ അറിയിച്ചിരുന്നത് എല്ലാ വർഷവും $1 ലക്ഷം എന്ന മാനദണ്ഡം, അത്തരത്തിലുള്ള തുക, അത്രയും വലിയ ഭീമമായ തുക നൽകണമെന്നുള്ള ഒരു ഉത്തരവായിരുന്നു നേരത്തെ വ്യക്തമാക്കിയെങ്കിൽ അതിൽ നിന്നൊക്കെ പിന്നോട്ട് US പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനിടെ വലിയ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ വിമർശനങ്ങളും ഒക്കെ ഇതിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ കമ്പനികൾ ഇതിനെതിരെ രംഗത്ത് വരികയാണ്. അമേരിക്കയിലെ പൗരന്മാർ ഈ ജോലി വഹിക്കുന്ന പല കമ്പനികളും അവരെ അവിടെ നിന്ന് പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം മാത്രം അമേരിക്കൻ കമ്പനി 5000-ലധികം US പൗരന്മാരെ പുറത്താക്കിയതായിട്ടുള്ള വിശദാംശങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ജനതയ്ക്കൊപ്പം തന്നെ മറ്റ് കമ്പനികളെ, അമേരിക്കൻ കമ്പനികളെയും മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള IT കമ്പനികളെയൊക്കെയാണിത് കാര്യമായി ബാധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് പ്രതിവർഷം ലഭ്യമാകുന്ന തുക എന്ന് പറയുന്നത് 66,000, പരമാവധി ലഭ്യമാകുന്ന തുക $66,000 എന്ന് പറയുന്നതാണ്. അതായത്
ഇന്ത്യൻ മണിയിലേക്ക് നോക്കുമ്പോൾ ഒരു 56 മുതൽ 60 ലക്ഷം രൂപ വരെ മാത്രമാണ് ഇവർക്ക് ലഭ്യമാകുന്നത്. അത് ഒരു 95% ആളുകൾക്കാണ് ഇത്രയും തുക ലഭ്യമാകുന്നത്. മറ്റ് 5% തുക ആളുകൾക്കാണ് അതിനു മുകളിൽ ഒരു വാർഷിക വരുമാനം ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇത്രയും അധികം ആളുകൾക്ക് $66,000 മാത്രമാണ് ഒരു പ്രതിവർഷം ലഭിക്കുന്നതെങ്കിൽ എന്തിനാ അതിനു മുകളിൽ ഭീമമായ തുക നൽകിക്കൊണ്ട് H1B വിസ കൈപ്പറ്റുന്ന അല്ലെങ്കിൽ അത് വാങ്ങുന്നത് എന്നുള്ളതാണ് ഇവർ പരമാവധി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കം നടത്തേണ്ടതില്ല എന്നുള്ളതാണ് IT കമ്പനിയുടെ ഒരു വാദം. പക്ഷേ US-ന്റെ വിശദീകരണം മറ്റൊന്നാണ്. US പൗരന്മാർക്ക് ജോലി ഉറപ്പാക്കുക, ഒപ്പം തന്നെ കുടിയേറ്റം അനധികൃതമായി നടക്കുന്നുണ്ട്, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ IT കമ്പനികളുമായി നേരത്തെ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനം നടപ്പിലാക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തതിൻ്റെ സൂചനകൾ നേരത്തെ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും വലിയ ഭീമമായ തുക ഈടാക്കുന്നു എന്നുള്ള ചോദ്യം ഉയരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നിലവിൽ 3,000 മുതൽ 6,000 വരെ ഡോളർ മാത്രമാണ് ഈ H1B വിസയ്ക്ക് ഫീസായി നൽകേണ്ടിയിരിക്കുന്നത്. അതാണിപ്പോൾ കുത്തനെ $1 ലക്ഷം എത്തിയിരുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ മണി നോക്കുമ്പോൾ ഒരു 4 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ആ സാഹചര്യമാണ് ഇപ്പോൾ 88 ലക്ഷം രൂപ വരെ നൽകണമെന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. നിയമപരമായി ഇതിൽ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളുമായി വിദഗ്ധരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടത്തിന് ഇങ്ങനെ അന്യായമായി ഇങ്ങനെ ഫീസ് കുത്തനെ ഉയർത്താൻ സാധിക്കില്ല എന്നുള്ള വിമർശനം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അതേസമയം നിയമവ്യവസ്ഥ ചെയ്യുന്നു, എന്ത് നടപടി സ്വീകരിക്കാൻ അത് അമേരിക്കൻ പ്രസിഡന്റിന് അനുവാദം നൽകുന്നുണ്ട്. ഏത് തരത്തിൽ ഫീസ് ഉയർത്തണമെന്ന് അമേരിക്കയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ കമ്പനിയോ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളോ അല്ല ഞങ്ങളുടെ വിസ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇന്ന് പീയൂഷ് ഗോയൽ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി അമേരിക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വിഷയം നമ്മൾ അതിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട നീക്കമാണ്. ഇരു രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ താരിഫ് തർക്കം തുടരുന്നതിനിടെയാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യാപാര ചർച്ചകൾക്കായി US-ലേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അമേരിക്ക മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളുമുണ്ട് ഈ വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ട്. അവർക്ക് ഏതൊക്കെ മേഖലകളിൽ ഈ ആധിപത്യം വേണം ഇന്ത്യൻ വിപണിയിൽ എന്നതിനെക്കുറിച്ചൊക്കെ നേരത്തെ ചർച്ചകൾ നടക്കുമ്പോൾ വലിയ രീതിയിൽ അത് വിമർശനം ഉന്നയിച്ചു ഇന്ത്യ. അത് സാധ്യമാകില്ല, സാധാരണക്കാരായ ഇന്ത്യൻ കർഷകരെ പരിഗണിച്ചു മാത്രമേ ഈ കരാറുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇന്ത്യ നയം വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഈ അസ്വാരസ്യങ്ങൾക്കിടെയൊക്കെയാണ് ഈ ചർച്ച നടക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ഈ ചർച്ച ഇപ്പോൾ നേരത്തെ നമുക്കറിയാം ഒരു 5 റൗണ്ട് ചർച്ച കഴിഞ്ഞതാണ്. ഇപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലാണ് ഈ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് നീങ്ങുന്നത്? സ്വാഭാവികമായും ആര്യ, അതായത് ഈ വിഷയത്തിൽ നേരത്തെ 5 വട്ട ചർച്ചകൾ നടന്നപ്പോൾ ഈ കാർഷിക മേഖലയിലെ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അതിൽ ഈ ഉടക്കു വീഴുകയും ഒപ്പം തന്നെ അതിൻ്റെ ഈ ഒരു ചർച്ചകൾ വഴിമുട്ടുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം ലഭ്യമാകണമെന്നുള്ള ആവശ്യമാണ് US മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ ഇന്ത്യ തയ്യാറായേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ രീതിയിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകില്ല. പക്ഷേ US പറയുന്നതനുസരിച്ച് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായേക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതിനിടയിൽ ഈ വിഷയങ്ങൾ, മറ്റു വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ തീരുവയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഒരു വശത്ത് നിലനിൽക്കുന്നു. മറ്റൊന്ന് ഈ H1B വിസയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നു. നിരവധി ഇന്ത്യക്കാരെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ ഏകദേശം 71% ഗുണഭോക്താക്കൾ, ഈ വിസയുമായി ബന്ധപ്പെട്ടുള്ള ഗുണഭോക്താക്കൾ ഇന്ത്യയിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വലിയ രീതിയിൽ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. അവരൊക്കെ അവിടെ നിന്ന് ഉള്ള പണം ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു എക്കോണമിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ധനകാര്യ മന്ത്രാലയമൊക്കെ ഇത് സസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ പീയൂഷ് ഗോയൽ ഇന്നത്തെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് മാർക്കോ റൂബിയുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി S ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഇന്ന് വൈകിട്ട് 8:30 ഇന്ത്യൻ സമയം 8:30 കൂടിക്കാഴ്ച എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടെയാണ് ഈ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ പോലും തന്നെ മറ്റു വിഷയങ്ങളും ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ വിഷയം സ്വാഭാവികമായും ഉയർന്നു വന്നേക്കാം. ഇതിൻ്റെ ആശങ്കകൾ പരിഹരിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി അമേരിക്ക ഇന്ത്യക്ക് മേൽ നടത്തുന്ന താരിഫ് യുദ്ധം, അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി
പദ്ധതി എന്ന രീതിയിൽ H1B വിസയുടെ നടപടികൾ കൂടി പുറത്തു വരുമ്പോൾ അതിലൊക്കെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ വെല്ലുവിളിയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം സ്വാഭാവികമായും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാം. അക്കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും ഇന്നത്തെ യോഗങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ആര്യ, തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി മൊറോക്കോയിൽ. ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള വിദേശ പ്രതിരോധ നിർമ്മാണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. മൊറോക്കൻ പ്രതിരോധ മന്ത്രി അബ്ദുൽതിഫ് ലൌഡിയുമായി രാജ്നാഥ് സിംഗ് ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തും. വടക്കേ ആഫ്രിക്കൻ രാജ്യത്തേക്കുള്ള പ്രതിരോധ മന്ത്രിയുടെ ആദ്യ സന്ദർശനം പരസ്പര സഹകരണത്തിൽ നിർണായകമാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ 46 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ബോംബാക്രമണത്തിലാണ് 19 സ്ത്രീകളടക്കം 46 പേർ കൊല്ലപ്പെട്ടത്. അതേസമയം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നത് തടയാൻ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. UK അടക്കമുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. MG മിഥുൻ നമുക്കിപ്പം തുടരുകയാണ്. മിഥുൻ, ഗാസയിൽ നിന്ന് നമുക്ക് ഈ രക്തച്ചൊരിച്ചിലിൻ്റെ നിലവിളികളുടെ വാർത്തകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യാനുള്ളൂ എന്ന അതിദയനീയമായ സാഹചര്യമാണ്. നിലവിൽ ആക്രമണം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കടുപ്പിക്കുകയാണ് ഇസ്രായേൽ അല്ലേ? ഇപ്പോൾ ഗാസ പൂർണ്ണമായും പിടിച്ചടക്കി, അതിനപ്പുറം ഇനി വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിപ്പിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിൻ്റെ പൂർണ്ണ അധീനത കൈവരുത്തുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. സ്വതന്ത്ര പലസ്തീൻ എന്ന ഒരു സ്വപ്നം അതിന് വേണ്ട എന്നുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആര്യ, തീർച്ചയായും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നതെന്നുള്ളതാണ്. ഇന്നലെ ലോക സമാധാന ദിനമായിരുന്നു. ഈ ദിനത്തിൽ പോലും തന്നെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. അതിലാണ് ഈ പറയുന്ന 46 പലസ്തീൻകാർ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് അഭയാർത്ഥി ക്യാമ്പിന് നേരെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് വളരെ ഞെട്ടലുളവാക്കുന്നത്. കാരണം തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതി താമസിച്ചിരുന്ന അവിടുത്തെ പലസ്തീൻകാർ താമസിച്ചിരുന്ന അഭയാർത്ഥി കേന്ദ്രത്തിലേക്കാണ് ഈ ആക്രമണം അഴിച്ചുവിടുകയും വലിയ ബോംബറുകൾ വന്ന് പതിക്കുകയും ചെയ്തു. ഇതിൽ 19 സ്ത്രീകളടക്കം 46ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണമാണ് അവിടെ നിന്ന് നമുക്ക് പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ മരിച്ചവരുടെ എണ്ണം, അതായത് ഔദ്യോഗിക കണക്കനുസരിച്ച് 65,268 പേർ ഔദ്യോഗികമായി ഈ ഒരു ഇസ്രായേലിൻ്റെ ക്രൂരതയിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. മറ്റൊന്ന്, ഈ 4 ലക്ഷത്തോളം ആളുകൾ ഇതിനോടകം തന്നെ പലായനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഗാസ സിറ്റിയിൽ ഹൃദയഭാഗത്ത് 6 ലക്ഷത്തോളം പേർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ് എന്നുള്ളതാണ്. അവരെങ്ങോട്ടേക്ക് പോകുമെന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. അവരെവിടേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനെ പോലും അവിടെ താമസിപ്പിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ആ വ്യക്തമായ സൂചന നൽകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടാകുന്ന, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടത്തുന്ന ആക്രമണങ്ങളുടെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഒട്ടേറെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ US-ൻ്റെ മുഖ്യ സഖ്യകക്ഷികളടക്കം ഈ പലസ്തീനെ ഒരു ഔദ്യോഗിക രാഷ്ട്രപതി, പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രപതി അംഗീകരിച്ചുകൊണ്ട് രംഗത്തുന്ന സ്ഥിതിവിശേഷം UK അടക്കമുള്ള രാജ്യങ്ങൾ ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതായത് ഈ സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയം അല്ലെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. അദ്ദേഹം അത് ആവർത്തിച്ചത് പ്രഖ്യാപിക്കുന്നത് നമ്മൾ പല കുറി കാണുകയും ചെയ്തതാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു ഉറപ്പ് നൽകാം, ഒരു തരത്തിലും ഈ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ട് എങ്കിൽ പോലും തന്നെ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഒരിക്കലും അംഗീകരിക്കില്ല, അങ്ങനെ ഒരു രാജ്യം ഇനി ഉണ്ടാകില്ല എന്നുള്ള വാക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് വെസ്റ്റ് ബാങ്കിൽ നേരത്തെ കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തത്. ആ രീതിയിലാണ് ഇപ്പോൾ ഈ UK അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതികരണം വന്നതിന് തൊട്ടു പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു പ്രതികരണം വരികയും ചെയ്യുന്നത്. അതായത് ഈ തീവ്രവാദത്തിന്, അതായത് ഒക്ടോബർ 7 നടത്തിയ ആ ഒരു തീവ്രവാദത്തിന് നൽകുന്ന ഒരു പങ്ക് അല്ലെങ്കിൽ ഒരു സമ്മാനം എന്ന രീതിയിൽ മാത്രമാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്, നിങ്ങളുടെ ഈ ഒരു പ്രഖ്യാപനത്തെ കാണുന്നത്. ഇതിനുള്ള മറുപടി അടുത്തയാഴ്ച US സന്ദർശനത്തിന് ശേഷം നൽകാമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. വെസ്റ്റ് ബാങ്ക് അധിനിവേശം അത് അതിരൂക്ഷമായി തുടരാനുള്ള സാഹചര്യം കൂടി വഴിതെളിയുന്നു. അതിനുള്ള നടപടികളിലേക്ക് തങ്ങൾ പോവുകയും ചെയ്യുമെന്ന് കൂടി ആവർത്തിച്ച് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു തരത്തിലും പലസ്തീനെ ഒരു രാജ്യമായി കണക്കാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യം ഇനി ഈ ലോകം
ലോകഭൂപടത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ഉറച്ച ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള കടുത്ത നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ കടന്നേക്കുമെന്നുള്ള വ്യക്തമായ സൂചനകൾ കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആര്യ, തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് പലസ്തീന്റെ മാപ്പ് മാറ്റി വരയ്ക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിടഞ്ഞു വീണ് മരിക്കുന്നത്, പട്ടിണി കൊണ്ട് മരിക്കുന്നത് സാധാരണക്കാരായ നിരപരാധികളായ അനേകം മനുഷ്യരാണ് എന്നുള്ളതാണ് സാഹചര്യം. MG മിഥുനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മടങ്ങിയെത്താം മറ്റു വാർത്തകളിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ തിരികെ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ രാജ്യത്ത് നികുതി ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 90% ഉൽപ്പന്നങ്ങൾക്കും വില കുറയും. ഇളവുകളെപ്പറ്റി BJP വ്യാപക പ്രചാരണം നടത്തും. MPമാർ സ്വന്തം മണ്ഡലങ്ങളിൽ 2 പദയാത്ര നടത്തും. സ്വദേശി ക്യാമ്പയിനും തുടക്കം കുറിക്കും. അതേസമയം നികുതി വരുമാനം കുറയുമെന്ന ആശങ്കയിലാണ് സംസ്ഥാനം. KP അഭിലാഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. KP, വെരി ഗുഡ് മോർണിംഗ്. സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. 90% ഉൽപ്പന്നങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയുമെന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ്? എന്നു മുതൽ ഈ വിലക്കുറവിന്റെ ഗുണം സാധാരണക്കാർക്ക് ലഭിച്ചു തുടങ്ങും? ആര്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും രാജ്യത്തെ ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന റിപ്പോർട്ട് തന്നെയാണിത്. നേരത്തെ തന്നെ GST കൗൺസിൽ ഇത് സംബന്ധിച്ച നിർണായകമായ തീരുമാനം എടുത്തതാണ്. അതായത് രാജ്യത്തെ നികുതി സ്ലാബുകളിൽ കാതലായ മാറ്റം ആണ് ഉണ്ടാകുന്നത്. 8 വർഷമായി ഈ GST സമ്പ്രദായമാണ് രാജ്യത്തെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിർണ്ണയിക്കുന്നത്. ആ നികുതി ഘടനയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം ആണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. നേരത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇതുമായി ബന്ധപ്പെട്ട അവകാശവാദം ഉന്നയിക്കുന്നത് 2 ലക്ഷം കോടി രൂപ അധികമായി മാർക്കറ്റിലേക്ക് ഈ നികുതി ഇളവിലൂടെ ലഭ്യമാകുമെന്നും അത് സാധാരണക്കാരായ ഇടത്തരം കുടുംബങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാവുകയും ചെയ്യും എന്നുള്ളതാണ് വിലയിരുത്തൽ. ആര്യ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ രാജ്യത്ത് 4 നികുതി സ്ലാബുകൾ ആണ് ഉണ്ടായിരുന്നത്. അതായത് 5% നികുതി, 12% നികുതി, 18% നികുതി, 28% നികുതി. ഇങ്ങനെയുള്ള നികുതി സ്ലാബുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി ഈടാക്കിയിരുന്നത്. എന്നാൽ ഇനി മുതൽ ആ ഘടനയിൽ മാറ്റം വരികയും 5, 18 എന്നിങ്ങനെ 5%, 18% എന്നിങ്ങനെ 2 നികുതി ഘടനയാണ് പ്രധാനമായും ജനങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സേവനങ്ങൾക്കും വേണ്ടി വരുന്നത്. മറ്റൊരു നികുതി കൂടിയുണ്ട്. അത് ഉയർന്ന നികുതിയാണ്, 40% നികുതി എന്നുള്ളതാണ്. അത് പ്രധാനമായും ആഡംബര വസ്തുക്കൾ, അതോടൊപ്പം തന്നെ മനുഷ്യന് ഹാനികരമാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം ഉൾപ്പെടെയുള്ള ലോട്ടറി അടക്കമുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഈ 40% നികുതി ഉണ്ടാകുന്നത്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് എന്നത് നിലവിൽ ഏതാണ്ട് 18% നികുതി ചുമത്തുന്ന ഉൽപ്പന്നങ്ങൾ, അങ്ങനെ
അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ 12% നികുതി ചുമത്തുന്ന ഉൽപ്പന്നങ്ങൾ, ഈ ഉൽപ്പന്നങ്ങളിൽ 90% നികുതി കുറയുകയാണ്. ആ നികുതി 5% താഴുകയാണ്. അതാണ് സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനപ്രദമാവുക എന്ന് നമ്മൾ ആവർത്തിക്കുന്നത്. നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് വില കുറയുന്നതിൻ്റെയും കൂടുന്നതിൻ്റെയും പട്ടിക നമുക്ക് കാണാൻ സാധിക്കും. ആ പട്ടിക പരിശോധിക്കുമ്പോൾ തന്നെ സാധാരണക്കാരായ, അതായത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ നിത്യോപയോഗ സാധനങ്ങൾ എന്ന നിലയിൽ തന്നെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില കുറയുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് മരുന്നുകൾ, പ്രധാനപ്പെട്ട മരുന്നുകൾ, അതായത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, അതോടൊപ്പം തന്നെ ഈ പാരമ്പര്യമായും അതോടൊപ്പം നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഒക്കെ ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്ക് ഒക്കെയുള്ള മരുന്നുകളുടെ വിലയിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു എന്നതും ആശ്വാസകരമാണ്. ഇങ്ങനെ ഒരു പക്ഷേ നിലവിൽ ഇന്നോ നാളെയോ ഒന്നും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് നമുക്ക് വിലയിരുത്താനാകില്ല. അതിന് കാരണം നിലവിൽ തന്നെ കമ്പനികൾ, വ്യവസായ സ്ഥാപനങ്ങൾ എല്ലാം അവരുടേതായ പ്രൊഡക്റ്റുകൾ ഇറക്കുകയും അത് മാർക്കറ്റിലേക്ക് എത്തുകയും ചെറുകിട വ്യാപാരികൾ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിന് വലിയ നികുതിയാണ്, അതായത് 18-12% നികുതിയൊക്കെ കൊടുത്താണ് അവർ ഈ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുള്ളത്. അതേസമയം ഇനി മുതൽ ഈ വൻകിട സ്ഥാപനങ്ങൾ, മൊത്ത വിൽപ്പനക്കാർ, അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം വിൽക്കുന്ന പ്രൊഡക്റ്റുകളിൽ ഈ 5% നികുതിയായിരിക്കും പ്രധാനമായും ഈടാക്കാൻ പോകുന്നത്. അത് വരും ദിവസങ്ങളിൽ, നിലവിലെ സ്റ്റോക്ക് പൂർത്തിയായി വരും ദിവസങ്ങളിൽ പുതിയ സ്റ്റോക്ക് വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യക്ഷമായി തന്നെ ഈ വിലക്കുറവ് നമുക്ക് ബാധകമാകും. പാലുൽപ്പന്നങ്ങൾക്ക് അടക്കം ഇപ്പോൾ തന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചായ അല്ലെങ്കിൽ പാലുൽപ്പന്നം എന്നതൊന്നും നിത്യോപയോഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും 1-2 രൂപ വീതം കുറയുന്നു എന്നുള്ളത് ഒരു ശരാശരിക്കാരൻ്റെ കുടുംബ ബജറ്റിനെ ഒരു മാസമായി കണക്കാക്കിയാൽ അതിൽ വലിയ മാറ്റമുണ്ടാകുന്നു. അങ്ങനെ കോടിക്കണക്കിനായ ആളുകൾക്ക് ഇത്തരത്തിൽ ബജറ്റ് ചുരുക്കാൻ സാധിക്കുമ്പോൾ ആ തുകയാണ് പൊതുവിപണിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അതാണ് ഗുണകരമായി മാറുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി ചേർക്കേണ്ടത്, ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. അതായത് നികുതി വരുമാനം കുറയുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിനുള്ള നികുതി വിഹിതത്തിൽ കുറവുണ്ടാകുമെന്നും പ്രതിവർഷം ഏതാണ്ട് 8,000 കോടി രൂപയുടെ കുറവ് സംസ്ഥാനത്തിനുണ്ടായേക്കാം എന്നുമാണ് സംസ്ഥാന സർക്കാർ ആശങ്കപ്പെടുന്നത്. സർക്കാരിന് ഇത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും സാധാരണക്കാരായ ആളുകൾ, കേരളത്തിൽ നിന്ന് ഉള്ള ആളുകൾക്ക് അടക്കം ഈ ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും വരുന്ന കുറവ്, നികുതി കുറവ് എന്നത് പ്രത്യക്ഷമായി തന്നെ വലിയ ഗുണം ചെയ്യും. അത് നമ്മുടെ സമ്പദ്ഘടനയെ കൂടുതൽ കരുത്താർജിപ്പിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. കേന്ദ്ര സർക്കാരും അത്തരം അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ BJP ആരംഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ നികുതി ഘടന സാധാരണക്കാരായ ആളുകൾക്ക് ഗുണം ചെയ്യുക എന്നത് ഒരു ക്യാമ്പയിനിലൂടെ തന്നെ അവതരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. MPമാരുടെ നേതൃത്വത്തിൽ ആയിരിക്കും ഇത്തരം ക്യാമ്പയിനുകൾ നടക്കാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമുക്കറിയാം അല്പസമയം മുമ്പ് മിഥുൻ നൽകിയ 2 റിപ്പോർട്ടുകൾ, അതിൽ തന്നെ H1 വിസ, അതോടൊപ്പം തന്നെ ട്രേഡ്, അമേരിക്കയുമായുള്ള ട്രേഡ്, ഇതിൽ വ്യാപാരികളടക്കം ചില പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്ക 50% അധിക ചുങ്കം ഈടാക്കുന്ന സാഹചര്യമടക്കം. ഇത്തരം പ്രതിസന്ധികളെയും ഈ നികുതി ഘടനയിലെ കുറവിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. ആര്യ, യെസ്, തീർച്ചയായും വ്യക്തമാണ്. KP അഭിലാഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് വില കൂടുന്നത്, ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയുന്നത് എന്നതിൻ്റെ ഒരു പട്ടികയാണ് പ്രേക്ഷകർ കണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളാണ് KP നൽകിയത്. എന്തായാലും നമ്മൾ സാധാരണക്കാർ നിത്യവും ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും 90% സാധനങ്ങൾക്കും വില കുറയും എന്നുള്ള പ്രതീക്ഷയാണ് മുന്നിൽ നിൽക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും ആശ്വാസവും. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, മുൻ മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ച കേസിൽ നടൻ ഉണ്ണി മുകുന്ദന് സമൻസ് അയച്ച് കോടതി. ഒക്ടോബർ 27 ഹാജരാകാനാണ് നിർദ്ദേശം. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. നവമി ദിനേശ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് നവമി. സമൻസ് അയച്ചിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ അല്ലേ? ആര്യ, നമുക്കറിയാം വലിയ വിവാദമായതായിരുന്നു നടൻ ഉണ്ണി മുകുന്ദൻ തന്റെ മുൻ മാനേജറായിട്ടുള്ള വിപിൻ കുമാറിനെ മർദ്ദിച്ചത്.
ആ മർദ്ദനത്തിനെ തുടർന്ന് പരിക്കേറ്റ വിപിൻ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഈ ഫ്ളാറ്റിൽ വെച്ചാണ് അന്ന് വിപിനെ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചത്. അത് അവർ തമ്മിൽ കുറച്ച് നാളുകളായി ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിനൊടുവിലായി അന്ന് ടൊവിനോ തോമസ് അഭിനയിച്ച നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ചുകൊണ്ട് വിപിൻ പോസ്റ്റ് ഇട്ടതായിരുന്നു വീണ്ടും ഉണ്ണിമുകുന്ദന്റെ പ്രകോപനത്തിന് കാരണം. ഇതിനെ തുടർന്നാണ് കാക്കനാട്ടെ വിപിന്റെ ഫ്ളാറ്റിന്റെ പാർക്കിങ്ങിൽ വെച്ച് ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നത്. ഇതിനെ തുടർന്ന് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്ത് ഇതിന്റെ കുറ്റപത്രം അടക്കം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ 27-ാം തീയതി കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ണിമുകുന്ദന് സമൻസ് അയച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ 27-ാം തീയതി കോടതിയിൽ എത്തുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇതിനിടയിൽ തന്നെ ഉണ്ണിമുകുന്ദൻ ഈ വിപിന്റെ ആരോപണങ്ങളെ തള്ളി ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. അതിൽ വിപിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. വിപിൻ തന്റെ മാനേജർ അല്ല എന്നതടക്കം ഉണ്ണിമുകുന്ദൻ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ വിവാദം കത്തിയതോടെ താരസംഘടനയിലും ഒപ്പം ഫെഫ്കയിലും ഉണ്ണിമുകുന്ദൻ പരാതി നൽകിയിരുന്നു. ഇരുവരെയും വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തി. ചർച്ചകൾക്കൊടുവിൽ ഈ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്ക് പോകുകയും ചെയ്തിരുന്നു. ആ ചർച്ചകൾക്ക് ശേഷം ഡി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോടായി പറഞ്ഞത് അന്ന് ഉണ്ണിമുകുന്ദൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും അവ്യക്തതയുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ ചില ഉണ്ണിമുകുന്ദൻ താൽക്കാലികമായി പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ചില കള്ളങ്ങൾ ആ യോഗത്തിൽ ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഉണ്ണിമുകുന്ദൻ വിപിന്റെ മാനേജറാണ് എന്ന കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ എന്തായാലും പിന്നീട് ഉണ്ണിമുകുന്ദൻ ഇതിൽ പ്രതികരിക്കുവാനും തയ്യാറായിരുന്നില്ല. അതിനിടയിലാണ് പോലീസ് ഇതിന്റെ ഈ ഫ്ളാറ്റിൽ അന്ന് ഉണ്ണിമുകുന്ദൻ എത്തി വിപിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചും ഇവരുടെ മൊഴികളെടുത്തും സഹപ്രവർത്തകരുടെ മൊഴികളെടുത്തതിനു ശേഷം കുറ്റപത്രം സമർപ്പിച്ചത്. ആ സമർപ്പിച്ച കുറ്റപത്രത്തിന് ഒടുവിലാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ നിന്നും 27-ാം തീയതി ഉണ്ണിമുകുന്ദനോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചിരിക്കുന്നത്. തീർച്ചയായും നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഇന്നലെ വെറും ഒരു സൺഡേ ആയിരുന്നില്ല, സൂപ്പർ സൺഡേ ആയിരുന്നു അല്ലേ? ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. സൂപ്പർ 4 മത്സരത്തിൽ 172 റൺസ് പിന്തുടർന്ന ഇന്ത്യ 6 വിക്കറ്റിനാണ് പാകിസ്ഥാനെ തകർത്തത്. 74 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ മികവിൽ ഇന്ത്യ 7 പന്തുകൾ ശേഷിക്കെ വിജയലക്ഷ്യം മറികടന്നു. India home and dry, 174 for 4. They win by 6 wickets. And they continue their domination over Pakistan in the T20 format of the game. It's the highest chase against Pakistan in T20 cricket. The previous highest, 160 at the G. പാകിസ്ഥാൻ കരുതിയതിനും അപ്പുറത്തായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത്. 172 റൺസ് വിജയലക്ഷ്യം ഉയർത്തിയിട്ടും ഇന്ത്യൻ ബാറ്റർമാരെ പിടിച്ചുകെട്ടാനാകാതെ വലഞ്ഞുപോയി പാക് ബോളർമാർ. Oh, that's strong. That's terrific. Waited, had so much time. Sensible batting. Set that one very high indeed. How far's that one gone? That's gone far enough. That's 6. Brilliant. Where's this ball sailing to? Into the fence and into the boundary goal. Once again the big shot doesn't have the distance. Will this be taken? 105 റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ തന്നെ ഇന്ത്യ വിജയം ഉറപ്പാക്കി. 39 പന്തിൽ 74 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ തന്നെ കളിയിലെ താരം. And into the fence as well. He will raise a bat to a full house here in Dubai as he brings up his 3rd international T20 I-50. Oh, that's a good strike. Nice pace. ക്ലാസിക് ഷോട്ടുകളിലൂടെ 47 റൺസുമായി ശുഭ്മാൻ ഗിൽ ശർമ്മയ്ക്ക് കൂട്ടുനിന്നു. And Gill with almost class. Brilliant. Short. The reverse and play to absolute perfection. ഗില്ലിന്റെ വിക്കറ്റിന് പിന്നാലെ ഇന്ത്യ ഒന്ന് പതറി. റണ്ണൊന്നും എടുക്കാതെ ക്യാപ്റ്റൻ സൂര്യകുമാർ വന്ന പാടെ മടങ്ങി. ഏറെ വൈകാതെ അടിച്ചു തകർത്ത അഭിഷേക് ശർമ്മയും പാകിസ്ഥാൻ വീഴ്ത്തി. Shipped in the air. Catch taken. It's again Haris Rauf who's got Suryakumar Yadav. Oh dear, this could be... Yes! Taken. Somewhere caught in 2 minds, I think.
ടൈമിംഗ് കിട്ടാതെ വലഞ്ഞ സഞ്ജു സാംസൺ പിന്നാലെയും. Play freely, very comfortably. Bowling. Clean him up. Just a perfect length from... എന്നാൽ 30 റൺസുമായി തിലക് വർമ്മയും 7 റൺസ് എടുത്ത് ഹർദിക് പാണ്ഡ്യയും ഇന്ത്യൻ ജയം ഉറപ്പാക്കി. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് ഇന്ത്യൻ ഫീൽഡർമാർ കൈവിട്ട ക്യാച്ചുകളാണ് രക്ഷയായത്. 58 റൺസുമായി ടോപ്പ് സ്കോററായ ഫർഹാനെ 1 റൺ പോലും എടുക്കും മുമ്പേ കൈവിട്ടു അഭിഷേക് ശർമ്മ. 4 തവണയാണ് ഇന്ത്യൻ ഫീൽഡർമാരുടെ കൈകൾ ചോർന്നത്. ഫീൽഡിംഗിലെ പിഴവ് ബാറ്റിംഗിൽ മറികടക്കുകയായിരുന്നു ടീം ഇന്ത്യ. ഒരിക്കൽ കൂടി ഹസ്തദാനമില്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും സ്റ്റേഡിയത്തിൽ നിന്ന് പിരിഞ്ഞു. India home and dry. 174 for 4. They win by 6 wickets. And they continue their domination over Pakistan in the T20 format. Sports Desk, News 18. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്ത്യയുടെ വിജയഗാഥ. ഇനി നമ്മൾ കേരളത്തിലുള്ള ഫുട്ബോൾ ആരാധകരെല്ലാം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളെയാണല്ലേ മെസ്സിയെ. അപ്പോൾ മെസ്സി എത്തുന്നതിന് മുമ്പ് പരിഹരിക്കപ്പെടേണ്ട, യുദ്ധകാല അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് എന്നതാണ് വാസ്തവം. ഈ അർജന്റീനയുടെ സൗഹൃദ മത്സരത്തിനായി സ്റ്റേഡിയം സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ. സർക്കാർ കത്ത് നൽകിയതോടെ ആശങ്കയിലായിരിക്കുന്നത് GCDA ആണ്. ഇത്രയധികം സുരക്ഷാ പ്രശ്നങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ എങ്ങനെ മറികടക്കും എന്നതാണ് വെല്ലുവിളി. സ്റ്റേഡിയത്തിൽ റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതും വലിയ പ്രതിസന്ധിയാണ്. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ സുരക്ഷാ കാരണങ്ങൾ മൂലം തള്ളിപ്പറഞ്ഞതാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തെ. കേരള ബ്ലാസ്റ്റേഴ്സിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ലബ്ബ് ലൈസൻസ് നഷ്ടമാകാൻ പ്രധാന കാരണമായ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിൽ ലോക ജേതാക്കളായ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കളിക്കുമെന്നാണ് കായിക വകുപ്പ് പറയുന്നത്. 2023 ഒക്ടോബറിൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെത്തി മത്സരം വീക്ഷിച്ച ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി വിൻസെന്റ് ജോൺ പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. സ്റ്റേഡിയം കണ്ടിട്ട് തനിക്ക് പേടിയാകുന്നു, സുരക്ഷ ഒട്ടും തൃപ്തികരമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സ്റ്റേഡിയത്തിൽ റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏഷ്യൻ സൂപ്പർ ലീഗ് മത്സര ദിനങ്ങളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചിടുകയാണ് പതിവ്. 2023 PWD, പോലീസ്, ഫയർഫോഴ്സ്, GCDA, നഗരസഭ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മേൽക്കൂരയും ബീമുകൾക്കും ഉൾപ്പെടെ കേടുപാടുകൾ കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേഡിയത്തിൽ 30,000 കാണികളെ മാത്രമേ പ്രവേശിപ്പിക്കാൻ പാടുകയുള്ളൂ എന്ന് തീരുമാനമായത്. സ്റ്റേഡിയത്തിന് താഴെ ഗ്യാസ് സിലിണ്ടറുകളടക്കം ഉപയോഗിക്കുന്ന റെസ്റ്റോറന്റുകൾ ഉള്ളത് ചട്ടലംഘനമാണെന്ന് നേരത്തെയും കണ്ടെത്തിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ലൈസൻസ് അപേക്ഷ 2 തവണ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തള്ളുകയും ചെയ്തു. ISL മത്സരങ്ങൾക്കിടെ കാണികൾക്കിടയിലേക്ക് സിമന്റ് പാളികൾ ഇളകി വീഴുന്നതും കാണികൾ ആർപ്പ് വിളിക്കുമ്പോൾ സ്റ്റേഡിയം കുലുങ്ങുന്നതും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്റ്റേഡിയത്തിലെ ചെറുതും വലുതുമായ വിള്ളലുകളും പലയിടങ്ങളിൽ ഭിത്തിയിൽ വളരുന്ന ചെടികളും നീക്കം ചെയ്യേണ്ടി വരും. താരങ്ങളും കാണികളും ഒരേ വഴിയിലൂടെ പ്രവേശിക്കുന്നതും ഫിഫ മാർഗനിർദ്ദേശങ്ങൾക്കെതിരാണ്. സുരക്ഷാ കാരണങ്ങളെ മുൻനിർത്തി അണ്ടർ-17 ലോകകപ്പിൽ 22,000 കാണികളെ മാത്രമേ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാനാകൂ എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. എത്രയും വേഗം സ്റ്റേഡിയം അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിന് സജ്ജമാക്കണമെന്നാണ് GCDAയ്ക്ക് കായിക വകുപ്പ് കത്ത് നൽകിയിരിക്കുന്നത്. എന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാകുമോ എന്ന ആശങ്കയിലാണ് GCDA. ന്യൂസ് 18 കൊച്ചി. അപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത് തന്നെ ഈ ബൊമ്മക്കൊലുകൾ വെച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ ബൊമ്മക്കൊലുകൾ ഒരുങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നു മുതൽ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുമ്പോൾ വീടുകളിൽ ദേവി പൂജയ്ക്കായി വിവിധ രൂപങ്ങളിലുള്ള ബൊമ്മക്കൊലുകൾ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് കാണാൻ തന്നെ എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. കണ്ടിട്ട് വരാം. സരസ്വതി, ഗണപതി, കൃഷ്ണൻ തുടങ്ങിയ ഈശ്വരരൂപങ്ങളും പുരാണങ്ങളിലെ സംഭവങ്ങളുമെല്ലാം ബൊമ്മകളുടെ രൂപത്തിൽ അണിനിരക്കുന്നുണ്ട്. ദേവീപൂജയ്ക്കായി അലങ്കരിച്ച കലശത്തിന് ചുറ്റും വിവിധ തട്ടുകളിൽ ബൊമ്മകൾ നിരത്തിവെച്ചുള്ള പൂജയാണ് ബൊമ്മക്കുലു. 3, 7, 9 എന്ന കണക്കിൽ
ഒറ്റസംഖ്യയുടെ തട്ടുകളായി അടുക്കിയാണ് ഇത് ഒരുക്കുക. എറണാകുളം ഗ്രാമജന സമൂഹം സീതാരാമ കല്യാണ മണ്ഡപത്തിൽ കേരള ബ്രാഹ്മണസഭ വനിതാ വിഭാഗമാണ് വിപണനമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ കൊച്ചു കുട്ടികളുടെ കളിക്കുന്ന സാധനങ്ങൾ മുതൽ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെയുണ്ട്. എല്ലാ ഭഗവാന്മാരുടെയും വിഗ്രഹങ്ങളാണ് നമ്മൾ നവരാത്രിക്ക് ഒരുക്കുന്നത്. ഇപ്രാവശ്യം 200 രൂപ മുതൽ 4000-5000 രൂപ വരെയുള്ള ബൊമ്മകളാണ് വന്നിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് വെക്കുന്നവർക്ക് ലക്ഷ്മി, ഗണപതി, സരസ്വതി എന്ന് പറഞ്ഞാൽ തുടങ്ങണേ. ഇപ്പം പണ്ട് ഹിന്ദുക്കൾ മാത്രമാണ് ഇത് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ മതത്തിലുള്ള ആൾക്കാരും വന്ന് ബൊമ്മകൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ 9 ദിവസവും എല്ലാവരുടെയും വീട്ടിൽ തന്നെ ബൊമ്മക്കൊലി ഒരുക്കുന്നുണ്ട്. ജാതി മതം തന്നെ എല്ലാവരും തന്നെ ബൊമ്മ മേടിക്കാൻ വരുന്നുണ്ട്. ₹300 മുതൽ 5000 രൂപ വരെ എത്തുന്ന ബൊമ്മകളാണ് വിൽപ്പനയ്ക്കുള്ളത്. കോയമ്പത്തൂർ, മധുര എന്നിവിടങ്ങളിൽ നിന്നും എത്തിക്കുന്ന പൂർണ്ണമായും മണ്ണിൽ നിർമ്മിച്ച ബൊമ്മകൾക്ക് നിരവധി ആവശ്യക്കാരുണ്ട്. ന്യൂസ് 18 കൊച്ചി. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിച്ചേക്കും. നിർണായക തെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറെടുക്കുമ്പോൾ യുവജന വിഭാഗത്തിന് അധ്യക്ഷൻ ഇല്ലാതിരിക്കുന്നതിനെതിരെ വിമർശനം ശക്തമായതോടെയാണ് ദേശീയ നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ. ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 21-നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ടി വന്നത്. അതേസമയം രാഹുലിനെതിരെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ ഇരകളാക്കപ്പെട്ടവർ പരാതി നൽകാത്ത പശ്ചാത്തലത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുലിനെ തിരികെ കൊണ്ടുവരണമെന്ന നിലപാടിലാണ് രാഹുൽ അനുകൂലികൾ ഇപ്പോഴും. അതിനിടെ അബിൻ വർക്കി, KM അഭിജിത്ത്, ബിനു ചുള്ളിൽ തുടങ്ങിയ പേരുകൾ കേന്ദ്രീകരിച്ചാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അവസാനഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത്. നിലവിൽ വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷവും ആവശ്യമുന്നയിക്കുമ്പോഴും സാമുദായിക സമവാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് എതിർപക്ഷത്തിന്റെ പ്രതിരോധം. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ അബിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയാൽ ചെന്നിത്തലയ്ക്ക് പാർട്ടിയിലും സംഘടനയിലും സ്വാധീനമേറുമെന്നും മറുചേരി വാദിക്കുന്നു. അതേസമയം യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃനിരയിലേക്ക് KM അഭിജിത്ത് എത്താതിരിക്കാൻ നീക്കം നടത്തിയവർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അഭിജിത്തിന്റെ സാധ്യതകൾക്കും തടസ്സം തീർക്കുന്നതായാണ് സൂചന. അധ്യക്ഷ സ്ഥാനത്തേക്ക് തർക്കം നിലനിൽക്കുന്നതിനാൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി KC വേണുഗോപാൽ വിഭാഗത്തിന്റെ പിന്തുണയുള്ള ബിനു ചുള്ളിയിലിനെ പരിഗണിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. സമവായ ചർച്ചകൾ തുടരുകയാണെന്നും ഒരാഴ്ചക്കകം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്നുമാണ് ദേശീയ നേതൃത്വം നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ആശങ്ക എന്ന് പറയുന്നത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടാണ്, അല്ലേ? അപ്പോൾ ഈ ആശങ്കകൾ ശക്തമായി ഇരിക്കുന്നതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ രോഗബാധയുടെ ഉറവിടം എവിടെയാണ് എന്നത് കൃത്യമായി പല കേസുകളിലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ അവ്യക്തത തുടരുകയാണ്. ഈ മാസം ആദ്യം മരിച്ച ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗം ബാധിച്ചത് എവിടെ നിന്ന് എന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ കുളിപ്പിച്ച കിണറ്റിലെ വെള്ളത്തിന്റെ പരിശോധനയിൽ രോഗകാരണമായ നെഗ്ലേരിയ ഫൗലേരിയയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. പക്ഷേ അതേസമയം കിണറ്റിൽ കണ്ടെത്തിയതാകട്ടെ ബലുമുത്തിയ മാൻഡ്രിലാരിസ് എന്ന ബാക്ടീരിയയാണ്. രോഗബാധ സംബന്ധിച്ച വിശദമായ പഠനങ്ങൾ വേണമെന്ന് 3 വയസ്സുകാരന്റെ പിതാവ് സിദ്ദിഖ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഏറുന്നതും ഒപ്പം രോഗബാധിതരായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും വലിയ ആശങ്കയാണ് ഉയർത്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഇപ്പോൾ നിലവിൽ 10 രോഗികൾ ചികിത്സയിൽ കഴിയുന്നു. ഇതിൽ 3 പേർ കുട്ടികളാണ് എന്നതാണ് ഏറെ ആശങ്ക ഉയർത്തുന്നത്. ഏറ്റവും ഒടുവിൽ പ്രവേശിപ്പിച്ചത് മലപ്പുറം സ്വദേശിയായ 13 വയസ്സുള്ള കുട്ടിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം മരിച്ച ചാവക്കാട് സ്വദേശിയായ ആൾ താമസിച്ചിരുന്ന അദ്ദേഹം പന്നിയങ്കരയിലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. റഹീം എന്നയാളാണ്. അദ്ദേഹം താമസിച്ചിരുന്ന പന്നിയങ്കരയിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്താണ് അവിടുത്തെ
കിണർ വെള്ളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ വെള്ളത്തിൽ നിന്നാണോ ഈ രോഗം വന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായൊരു ധാരണയില്ല. അദ്ദേഹം ജോലി ചെയ്തിരുന്ന പന്നിയങ്കരയിലെ ഹോട്ടൽ അറ്റകുറ്റപ്പണികൾക്കായി ഏതാണ്ട് 1 മാസം മുമ്പ് അടച്ചിട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് അല്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നു. അദ്ദേഹം മറ്റു പുറത്തെവിടെങ്കിലും പോയി കുളിക്കുകയോ മറ്റോ ചെയ്തോ അല്ലെങ്കിൽ അവിടെ നിന്നാണോ രോഗം വന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തമായൊരു ധാരണയില്ല. എന്തായാലും ഈ വീട്ടിലാണ് അദ്ദേഹം അവശ്യ നിലയിൽ കിടക്കുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പിന്നീട് അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പരിശോധനകൾ നടത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്ത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ അയൽവാസികളടക്കം ഇവിടെ ഉണ്ട്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് അയാൾ ബോധം കെട്ട് ഇത് കിടന്നപ്പോൾ ഇവിടെ അടുത്തുള്ള 2 പേര് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അയാൾ പിന്നെ നാട്ടിൽ നിന്ന് ആൾ വന്നു, മകനുണ്ട് അടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഇത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതാണെന്നുള്ളത് അറിയുന്നത്, ടെസ്റ്റിങ്ങിൽ അറിഞ്ഞത്. അതിപ്പോ എവിടെ നിന്നാണെന്ന് വന്നതിനെ കുറിച്ചൊരു ധാരണയും അത് ഇവരിപ്പോ ഹോട്ടലിൽ അടച്ചത് 4-ാം തീയതി അടച്ചതിന് ശേഷം ഇവർ പുറത്തൊക്കെ പോയിട്ടുണ്ട്. പുറത്ത് പോയി ഭക്ഷണം കഴിക്കലും പിന്നെ ഉപയോഗമൊക്കെ പുറത്താണ് അധികം. ഈ നാട്ടിൽ പോയിരുന്നോ എന്നുള്ളതും അറിയാൻ പറ്റില്ല. കാരണം അയാൾ പോകണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഞങ്ങളെ അടുത്തേക്ക് സ്ഥിരമായിട്ട് പോകുന്ന ആ ഹോട്ടലാണത്. അപ്പോൾ അയാളായിട്ട് നല്ല ഒരു കമ്പനിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആശങ്ക, അതായത് ഈ 3 വയസ്സുകാരൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ട പലരുടെയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. പക്ഷേ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വളരെ കാര്യക്ഷമമായ പ്രവർത്തനം ഈ ഉറവിടം കണ്ടെത്താനും ഈ രോഗബാധ തടയുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും ഇനി നമ്മൾ രാവിലെയിൽ കടക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. എറണാകുളം സ്വദേശിയായ ഷിജിന്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. അപ്പോൾ ഷിജിന് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന തിരുവനന്തപുരം മൺവിള സ്വദേശി പ്രജീഷ മോൾക്ക് ആശംസകൾ അറിയിക്കുകയാണ് അച്ഛൻ പ്രദീപ് കുമാറും അമ്മ സുജയും. അപ്പോൾ സുജ ചേച്ചി ഞങ്ങളുടെ ന്യൂസ് 18 കേരളത്തിന്റെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. അപ്പോൾ സുജ ചേച്ചിയുടെ മകൾ പ്രജീഷ മോൾക്ക് എല്ലാവിധ ആശംസകളും ന്യൂസ് 18 കുടുംബവും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. ഇന്ന് 14ാം ജന്മദിനം ആഘോഷിക്കുന്ന തൃച്ചോതിപുരം സ്വദേശി ഹരിനന്ദന് ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ സഞ്ജീവും അമ്മ ഗീതയുമാണ്, ഒപ്പം സഹോദരൻ ഹരിനാരായണനും. അപ്പോൾ ഹരിനന്ദന് ന്യൂസ് 18 എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അഭിലാഷ് രാധാകൃഷ്ണന്റെയും ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ ലക്ഷ്മിയാണ്. അപ്പോൾ അഭിലാഷിന്റെയും ലക്ഷ്മിയുടെയും വിവാഹശേഷമുള്ള അഭിലാഷിന്റെ ആദ്യത്തെ ജന്മദിനമാണ്. അപ്പോൾ കൂടുതൽ സ്പെഷ്യൽ ആയിരിക്കും എന്നറിയാം. അപ്പോൾ അഭിലാഷിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.